നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിശ്വസിച്ച് ഒരു ഭക്ഷണ പദാർത്ഥവും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മുടെ ചുറ്റുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഒരു പഴം കഴിച്ചാലോ അതിലും ഒളിച്ചിരിപ്പുണ്ട് പല ദുരന്തങ്ങളും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിലാകുന്ന തരത്തിലുള്ള ദുരന്തങ്ങൾ. ഏറ്റവും ഒടുവിലിതാ പുറത്തു വരുന്നത് വളരെ ദയനീയമായ ഒരു വാർത്തയാണ്. റംബൂട്ടാൻ കുരു വീണ്ടും വില്ലനാവുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. റംബൂട്ടാനുമായി ബന്ധപ്പെട്ടതിന് മുൻപും ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. റംബൂട്ടാന്റെ കുരു ഉള്ളിൽ ചെന്ന മരണമടയുന്ന വാർത്ത. അതേ രീതിയിൽ ഇപ്പോഴിതാ എറണാകുളം പെരുമ്പാവൂർ സ്വദേശി മൻസൂറിന്റെ മകൾ നൂറ ഫാത്തിമയ്ക്കാണ് റംബൂട്ടാന്റെ പഴം കഴിക്കുന്നതിനിടെ കുരു തൊണ്ടയിൽ കുടുങ്ങി ജീവൻ നഷ്ടമായത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ മറ്റു കുട്ടികൾക്കൊപ്പം തന്നെ റംബൂട്ടാൻ കഴിക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത്. ശ്വാസതടസ്സവും അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. കണ്ടത്തറ ഹിദായുത്തൂർ ഇസ്ലാം സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയാണ്. മാതാവ് ഷിജമോൾ, സഹോദരൻ ഭീമ ഫാത്തിമ, ഐസ ഫാത്തിമ തുടങ്ങിയവരാണ്. ഖബറടക്കം 10 മണിയോടുകൂടി തന്നെ കണ്ടത്തറ ജുമാ മസ്ജിദിൽ നടന്നിരുന്നു. മുമ്പും റംബൂട്ടാൻ കുരു തൊണ്ടയിൽ കുടുങ്ങി 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. റംബൂട്ടാൻ പഴം പൊട്ടിച്ചു നൽകുന്നതിനിടയിൽ കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമുണ്ടാവുകയായിരുന്നു. ഓഗസ്റ്റിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. റംബൂട്ടാൻ നമുക്കറിയാം, കുരുവോട് ചേർന്നിരിക്കുന്ന ആ ഒരു വെള്ള കളറിലുള്ള മാംസം പോലെയുള്ള ആ വസ്തുവാണ് നമ്മൾ കഴിക്കുന്നത്. വളരെ രുചിയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അത് വളരെ ഇഷ്ടമുള്ള ഒരു ഫലം കൂടിയാണ് റംബൂട്ടാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുഞ്ഞു കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾക്ക് അത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ല. വായിൽ വിഴുങ്ങി അങ്ങനെ തന്നെ കഴിക്കേണ്ടതാണോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം. മാതാപിതാക്കളുടെ കണ്ണൊന്ന് തെറ്റിയാൽ അവരത് സ്വയം എടുത്ത് കഴിക്കുന്ന ഒരു രീതിയുമുണ്ട്. അത്തരത്തിലുള്ള രീതിയുടെ അവസാനം ഇത്തരം ദുരന്ത വാർത്തകൾ വരുന്നതാണെന്നാണ് ഏറ്റവും കൂടുതൽ ഭയാനകമായിട്ടുള്ളത്. മുമ്പ് 8 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുമ്പ് പാല മീനച്ചൽ സുനിൽ ലാൽ ശാലിനി ദമ്പതികളുടെ മകൻ ബദരീനാഥാണ് അന്ന് മരിച്ചത്. റംബൂട്ടാൻ പഴം പൊളിച്ചു നൽകുന്നതിനിടയിൽ കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ശ്വാസം മുട്ടൽ അനുഭവിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇവിടെ നിന്നും അത്തരമൊരു വാർത്തകളാണ് പുറത്തു വരുന്നത്. സൂക്ഷിക്കുക. ഇത്തരം ഫലങ്ങൾ കഴിക്കുമ്പോൾ ജീവൻ പോലും നഷ്ടമാകാൻ, നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുകളുടെ ജീവൻ പോലും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലാക്കി ഇത്തരം ഭക്ഷണങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്.